എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് മിത്തൊക്കെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം കുറച്ച് പേര് മിത്തൊക്കെ കമൻറ്റ് ചെയ്തു. അതെല്ലാം ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ മിത്ത് ഇതാണ്: ലോറിയുടെ ഉള്ളിലത്തെ ക്യാമറ ഇട്ടാലോ 2 ഫോൺ കാണാൻ പറ്റും. ഓ, ലോറിയുടെ അകത്ത് 2 ഫോൺ കാണാൻ പറ്റുമെന്ന്. ഓക്കെ, നമുക്കത് നോക്കി വെക്കാം. ഇവിടെ ഞാനെങ്ങനെ ലോറി സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കി നോക്കാം. ഏയ്, ഇവ ഇന്നലെ പുറത്തേക്ക് ഇറങ്ങണ്. പുറത്തേക്ക് ഇറങ്ങല്ലേ, കയറുന്ന വണ്ടിയിൽ. ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഇവിടെ എനിക്ക് 2 ഫോൺ കാണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം iPhone 13 Pro Max തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 ഫോണുണ്ട്. അപ്പോൾ ഈ മിത്ത് കൺഫേംഡാ. ഓക്കെ, നമുക്കിനി അടുത്ത മിത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ പറയണത് സൈക്കിളിന്മേ സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിച്ച ഒന്നും സംഭവിക്കില്ലെന്ന്. അത് ശരി, അപ്പോൾ നമുക്കതൊന്ന് നോക്കി വെക്കാം. ഇവിടെ ഞാനങ്ങനെ ഒരു സൈക്കിള് സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റും സ്റ്റിക്കി ബോംബ് വെച്ചു കൊടുക്കാം. എല്ലായിടത്തും വെച്ചു കൊടുക്കാം. ടയറുമേയും ഹാൻഡിലുമേയും സീറ്റുമേയും എല്ലായിടത്തും അങ്ങ് സ്റ്റിക്കി ബോംബ് വെച്ചു കൊടുക്കാം. ഇത് പൊട്ടി തെറിക്കുമെന്ന് നമുക്ക് നോക്കി വെക്കാം. ഈ സൈക്കിളിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിലെന്താ എക്സോസ്റ്റ് ഉണ്ട്? എന്താണാവോ? ഇവിടെ ഞാനെങ്ങനെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൊബൈൽ വേണം. മൊബൈലിൽ അത് പറ്റുള്ളൂ. ഓക്കെ, ഏത് ആപ്പായിരുന്നു? ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാ. ഓ, ഇതിനൊന്നും സംഭവിച്ചില്ല. സൈക്കിള് പൊട്ടിത്തെറിച്ചില്ല. നമുക്ക് RPG വെച്ച് നോക്കി നോക്കാം. RPG വെച്ച് പൊട്ടിച്ചിട്ടും ഒന്നും സംഭവിക്കണില്ല. അപ്പോൾ ഈ മിത്തും കൺഫേംഡായി. അപ്പോൾ നമുക്കിനി അടുത്ത മിത്ത് ട്രൈ ചെയ്യാം. ഇപ്രാവശ്യം 2 പേര് ഒരേ മിത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയണത് ആദ്യം ഒരു കുതിരേനെ സ്പോൺ ചെയ്യുക, എന്നിട്ട് ഒരു സൈക്കിളും സ്പോൺ ചെയ്യുക, എന്നിട്ട് ആ സൈക്കിളുമേ കയറുക. അന്നേരം ഒരു മാജിക് സംഭവിക്കും എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ അങ്ങനെ കുതിരേനെ സ്പോൺ ചെയ്തു. 200 ചീറ്റ് കോഡ്. ഓക്കെ, കുതിര സ്പോൺ ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു സൈക്കിളും സ്പോൺ ചെയ്യുക. ഓക്കെ, അതും കൂടി ഞാനങ്ങനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്കിളുമേ കയറാം. അന്നേരം ഇങ്ങനത്തെ ഒരു ബട്ടൺ കാണിക്കും, അതമർത്താം. ഇയാളവിടെ ഏറ്റിക്കണു. എന്നിട്ട് നേരെ വണ്ടീൻ്റെ അടിയിലേക്ക് പോയി. വണ്ടീൻ്റെ അടിയിൽ പോയി. ഇപ്പോൾ വണ്ടിയിൽ ആരും ഇല്ല. സൈക്കിളുടെ റൈഡറിനെ കാണാനില്ല. ഇതാണ് മാജിക്ക്. അപ്പോൾ ഈ മിത്തും കൺഫേംഡായി. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങുക? ഒരു മിനിറ്റ്, നമുക്കൊന്ന് ഇറങ്ങി നോക്കി നോക്കാം. ഇയാൾ ഇത്രയും നേരം മണ്ണിൻ്റെ അടിയിലായിരുന്നു, ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഓക്കെ, നമുക്കിനി 4ാമത്തെ മിത്ത് ട്രൈ ചെയ്യാം. ഇതിൽ പറയണത് ട്രാക്കിൽ കയറിയതിന് ശേഷം അതിൽ മൊബൈൽ ഉണ്ടാവും ബ്രോ. എനിക്ക് സംഭവം എനിക്ക് മനസ്സിലായില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം. ട്രാക്കിൽ കയറിയ മൊബൈൽ കാണാൻ പറ്റുമെന്നാണ് പറയണേ. ഇവിടെ ഞാനങ്ങനെ ട്രാക്കിലെത്തി. ഇവിടെ ഇപ്പം എനിക്ക് മൊബൈലൊന്നും കാണാൻ പറ്റണില്ല. ഒന്നാമത്തേന് എനിക്ക് സംഭവം മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചതെന്ന്. റെയിൽവേ ട്രാക്കിൽ നമ്മുടെ മൊബൈൽ എടുക്കാൻ പറ്റുന്നുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ മൊബൈൽ വേറെ കാണാൻ പറ്റണില്ല. സോ ദ മിത്ത് ഈസ് ബസ്റ്റഡ്. നമുക്കിനി 5ാമത്തെ മിത്ത് ട്രൈ ചെയ്യാം. ഇതിൽ പറയണത് ഗോസ്റ്റ് റൈഡർ ബൈക്ക് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല എന്നാ. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഞാൻ അങ്ങനെ ബൈക്ക് സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊട്ടിക്കാം. ഓ, ഒന്നും പറ്റിയില്ലല്ലോ. ഇതും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ആ സൈക്കിള് പോലെ നേരത്തെ സൈക്കിളും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മിത്തും കൺഫേംഡാണ്. നമുക്കിനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മിത്ത് നോക്കാം. ഇതും ഈ ഗോസ്റ്റ് റൈഡർ ബൈക്കിൻ്റെ തന്നെയാണ്. ഇതിൽ പറയണത് ഈ വണ്ടി ഏതെങ്കിലും കാറുമ്മ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടി പറക്കുന്നു. കാറ് പൊട്ടിത്തെറിക്കും, അതിനുശേഷം വണ്ടി പറക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ മുമ്പിലൊരു കാറ് പോണ്ട്, അതിനിടിക്കാം. നമ്മുടെ വണ്ടി ചെറുതായിട്ട് പറന്നുണ്ട്, അത്ര ഹൈറ്റിലൊന്നും പറന്നിട്ടില്ല. ആ കാറാണെങ്കിൽ അവിടെ പൊട്ടിത്തെറിച്ചു. നമുക്കിനി അടുത്ത വണ്ടീനെ പോയിട്ട് ഇടിക്കാം. ഇവിടെ മുമ്പിലൊരു കാറ് വരുന്നുണ്ട്. ഇപ്രാവശ്യം നല്ല ഹൈറ്റിൽ പറന്നുണ്ട്. അപ്പോൾ ഈ മിത്തും കൺഫേംഡായി. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. മിത്ത് ബസ്റ്റേഴ്സ് ഇനിയും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക,
ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.